പവിഴമല്ലിപ്പൂവുറങ്ങി പകലു പോകയായി കരളിലെ മോഹം കവിതയായി പാടി ഓടിയെത്തുന്നു നിലാവും മന്ദഹാസം മറന്നുപോയ മനസ്സിൻ സ്വപ്നങ്ങളെ ചായുറങ്ങാൻ നേരമായി ആരിരോ ആരാരിരോ ഇരുളിലാളും നാളമായി അലരിടം പ്രതീക്ഷ പോലെ നീ എന്നണയുന്നു നിലാവേ പവിഴമല്ലിപ്പൂവുറങ്ങി പകലു പോകയായി കരളിലെ മോഹം കവിതയായി പാടി ഓടിയെത്തുന്നു നിലാവേ പൂജതീരം മുൻപു വാടിയ തുളസി പൂങ്കതിരേ പാട്ടുപാടാം നീ ഉറങ്ങൂ ആരിരോ ആരാരിരോ വിരഹം തീർത്ത പഞ്ചരത്തിൽ അഴിയേതോ താളമിട്ടു നീയും പാടുന്നു നിലാവേ പവിഴമല്ലിപ്പൂവുറങ്ങി പകലു പോകയായി പവിഴമല്ലിപ്പൂവുറങ്ങി പകലു പോകയായി കരളിലെ മോഹം കവിതയായി പാടി ഓടിയെത്തുന്നു നിലാവും. അപ്പോൾ ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ്. തുടക്കത്തിൽ തന്നെ ഞാൻ പാട്ട് പാടിയിട്ടു. പാടുമ്പോൾ എനിക്ക് ഒന്നും പിന്നെ ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ പാട്ട് ഞാൻ പാടി തീരുന്നതും എനിക്ക് ശ്വാസം പോലും വിടാനുള്ള സമയമില്ല. അപ്പോൾ എല്ലാവരോടും എൻ്റെ ഗുഡ് മോർണിംഗ്. എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും താങ്ക്സ്. ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും എനിക്ക് നന്ദിയും കടപ്പാടും സ്നേഹവും മാത്രം. അപ്പോൾ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ എൻ്റെ പാട്ട് പാടിയിട്ടതിൽ എനിക്ക് ഒരു സന്തോഷം. കേൾക്കുന്ന നിങ്ങൾക്ക് സന്തോഷം കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ പാടുന്നു. എനിക്ക് സങ്കടം വരുമ്പോൾ അതിയായ വിഷമം, എനിക്കത് ആരോടും തുറന്ന് പറയാൻ പറ്റാത്തൊരു വിഷമം ഇങ്ങനെ വരുമ്പോഴാണ്, മനസ്സിനെ താങ്ങാൻ പറ്റാത്തൊരു സങ്കടം വരുമ്പോഴാണ് ഞാൻ ചുമ്മാ ഇരിക്കുമ്പോൾ ഞാൻ ഒന്നീ പാട്ട് പാടി എൻ്റെ മൈൻഡിനെ ഞാൻ എങ്ങനെയെങ്കിലും സെറ്റാക്കി എടുക്കുന്നത്. ഞാനിങ്ങനെ മൂളിപ്പാട്ടുകളൊക്കെ പാടി എൻ്റെ ചെടികളെയൊക്കെ നനച്ച് അതിനോട് സംസാരിച്ച് എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ അങ്ങനെയാണ് ഞാൻ തീർക്കുന്നത്. സാധാരണ ഓരോരുത്തർക്കും ഓരോരോ വേറൊരാളോട് പറയുമ്പോൾ അവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളൊക്കെ മാറും. പക്ഷേ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. എൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. എൻ്റെ ആത്മസന്തോഷവും സംതൃപ്തിയും എല്ലാം. എനിക്ക് കുറച്ച് ആഹാരം കഴിക്കണം, കുറച്ച് സ്വർണം വേണം, കുറച്ച് പണം വേണം, കുറച്ച് വസ്തുക്കളൊക്കെ വാങ്ങിയിടണം, അങ്ങനെയുള്ള ഒരു മോഹങ്ങളൊന്നുമില്ല. ഞാൻ താമസിക്കുന്നത് എവിടെയാണോ അവിടെ എൻ്റെ ചുറ്റും കുറേ ചെടികളും പൂക്കളും നനച്ച് വളർത്തി കുറച്ച് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാട്ടൊക്കെ കേട്ട് അങ്ങനെയൊക്കെ തന്നെയാണ് എൻ്റെ ഇഷ്ടങ്ങൾ. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സങ്കടം ഉണ്ട് എന്ന് വെച്ചാൽ എനിക്കൊരു സംശയം, ഒരു ഡൗട്ടാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു തരിക. കമൻറ്റിലൂടെ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിലല്ല. ഇത് വെറുതെ എൻ്റെ ഒരു വീഡിയോ ഇത് പോവാൻ വ്യൂസ് കയറാൻ വേണ്ടിയിട്ടല്ല. കേൾക്കുന്നവർ കേൾക്കും, കേൾക്കാത്തവർ കേൾക്കില്ല. പക്ഷേ സ്കിപ്പ് ചെയ്ത് പോകുന്നവർ പോകട്ടെ. പക്ഷേ എനിക്കൊരു സങ്കടമുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ഈ വയസ്സിൻ്റെ നമ്പർ കൂടുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മളെ ഇഷ്ടങ്ങളൊക്കെ ഒതുക്കി നമ്മൾ ജീവിക്കണമെന്നാണോ? അങ്ങനെയാണ് കുറച്ച് ആൾക്കാർക്ക്. മക്കളെയൊക്കെ കല്യാണം, ഇപ്പോൾ എൻ്റെ കാര്യം പറയാം. മക്കളുടെയൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ ഇനി അടങ്ങി ഒതുങ്ങി വീട്ടിനകത്ത് ഇങ്ങനെ ഇരിക്കണം വീട്ടമ്മയായിട്ട്. ഇത്രയും കാലം ഞാൻ അങ്ങനെയായിട്ട് തന്നെയാണ് ഇരുന്നത്. പക്ഷേ എത്രയും കാലം എൻ്റെ മനസ്സിൽ ഈ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതെനിക്കത് പുറത്തെടുക്കാൻ എനിക്ക് ടൈമില്ലായിരുന്നു. എനിക്ക് എൻ്റെ മക്കൾ കൂടെ ഉണ്ടായിരുന്നു. എന്ത് കാര്യത്തിനായിരുന്നാലും സപ്പോർട്ടിനായിരുന്നാലും എല്ലാത്തിനും എൻ്റെ മക്കൾ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മക്കളെ രണ്ടുപേരെയും ഞാൻ 2 കുടുംബങ്ങളിലേക്ക് അയച്ച് അവരവരുടെ കാര്യങ്ങൾ നോക്കി അവർ സന്തോഷമായിട്ട് ജീവിക്കുന്നു. അപ്പോൾ ഞാനിവിടെ എനിക്ക് നല്ല ഒറ്റപ്പെടൽ ഫീൽ ചെയ്തു. നല്ലതായിട്ട് എനിക്ക് അനുഭവിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ സമയം എങ്ങനെ സ്പെൻഡ് ചെയ്യണമെന്ന് ഞാൻ ചിന്തിച്ച് ഞാനൊരു തീരുമാനമെടുത്ത് അങ്ങനെയാണ് യൂട്യൂബ്. അപ്പോൾ ഇപ്പം ഷോർട്ടുകൾ എടുക്കുക, വീഡിയോ അപ്ലോഡ് ചെയ്യുക. ഞാൻ എൻ്റെ കുഞ്ഞു പാട്ടുകളൊക്കെ ഞാൻ പാടി അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് എൻ്റെ മൈൻഡ് സെറ്റാക്കി ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ കോമഡി ചെയ്യുന്നതായിരിക്കാം, കുറച്ച് പേർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല.
അപ്പം ഞാൻ ഈ കോമഡിയൊക്കെ ഞാൻ അങ്ങ് നിർത്തി വെക്കുകയാണ്. അപ്പോൾ ഇനി എൻ്റെ കോമഡി ഒന്നും കാണില്ല എൻ്റെ വീഡിയോയിലൂടെ. എൻ്റെ ഈ ചെടികളും പൂക്കളും ഞാൻ പോകുന്ന സ്ഥലങ്ങളും ഞാൻ സ്പെൻഡ് ചെയ്യുന്ന എൻ്റെ സമയങ്ങൾ മാത്രമേ എനിക്ക് നിങ്ങളോട് ഇപ്പം കാണിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം. ടാറ്റാ ബൈ ബൈ, ഗുഡ് മോർണിംഗ്, ആൾ താങ്ക്സ്. മറ്റെന്തിനേക്കാളും വലുത് നമ്മുടെ കുടുംബമാണ്. അപ്പോൾ ആ കുടുംബത്തിൻ്റെ സന്തോഷത്തിന് വേണ്ടി നമ്മുടെ സന്തോഷം കുറച്ച് മാറ്റി വയ്ക്കുന്നതിൽ തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.